ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖല്ലേ? അപ്പോൾ നമ്മൾ ഒത്തിരി നാളായി ഇതേപോലെ ഒന്ന് മുഖാമുഖം വന്നിട്ടില്ലേ. ഞാൻ ഇടയ്ക്കൊക്കെ ഓരോ വീഡിയോസൊക്കെ ഇട്ടിരുന്നെങ്കിലും എനിക്ക് അത്ര വലിയൊരു കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ടായില്ല. കൊറോണ വന്ന് പോയിട്ട് ഒരു 5 മാസമൊക്കെ കഴിഞ്ഞെങ്കിലും ഞാൻ ഇപ്പോഴാണ് ഒന്ന് റിക്കവറായി വരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ചെടികൾ നോക്കാനോ ഗാർഡനിലേക്ക് ഇറങ്ങാനോ ഒന്നും എനിക്ക് പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു. ചിലപ്പോഴൊക്കെ എന്തായാലും ഞാനത് വിട്ടിട്ടൊന്നുമില്ല കേട്ടോ, ഗാർഡൻ അങ്ങനെ ആയിട്ട് ഒഴിവാക്കിയിട്ടിട്ടൊന്നുമില്ല. എന്നാലും ഒത്തിരി ചെടികളൊക്കെ കേടായി പോയി. ഇപ്പം ഞാൻ വീണ്ടും ഗാർഡനിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ നിങ്ങളെക്കുറിച്ച് ഓർത്തത്. അപ്പം എൻ്റെ വീഡിയോസൊന്നും ഇടാത്തത് കൊണ്ട് തന്നെ എൻ്റെ ചാനലൊക്കെ പറ്റ ഡൗൺ ആയിരിക്കുകയാണ്. അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് കയറി വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി മുതൽ ഞാൻ വീഡിയോസൊക്കെ തുടർച്ചയായിട്ട് ഇടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അപ്പം ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ റോസാ ചെടീൻ്റെ കുരുടിപ്പൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് എനിക്ക് പുതിയൊരു മരുന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഏകദേശം 2 വർഷത്തോളം ഈ ഒരു റോസാ ചെടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് വളർത്താൻ തുടങ്ങിയിട്ട്. പക്ഷെ ആ ചെടികൾ ഞാൻ വളർത്തിക്കൊണ്ടിരുന്നതിനനുസരിച്ച് അത് നല്ലപോലെ വളരുന്നുണ്ടായില്ല. ഒരുപാട് ചെടികൾ എനിക്ക് മിസ്സായി പോയി. ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നതൊക്കെ ബഡ് തയ്യാളാണല്ലോ നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ആ ചെടികളൊന്നും കൂടുതലായിട്ട് എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടായില്ല. അപ്പം ഞാൻ അതിന് എന്ത് മരുന്നുകളാണ് കൊടുക്കേണ്ടതെന്ന് കുറേ ഗവേഷണം നടത്തിയിട്ടുണ്ട്. നിങ്ങളൊക്കെ പോലെ തന്നെയാണ് ഞാനും. അപ്പം ഞാൻ ഒരുപാട് ചെയ്ത് പല മരുന്നുകളും പരീക്ഷിച്ച് ഇപ്പം എനിക്ക് ലാസ്റ്റ് ഒരു മരുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെയും കൂടി പരിചയപ്പെടുത്താൻ എഴുതിയിട്ടാണ്. ഒരൊറ്റ യൂസ് തന്നെ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് ആ ഒരു മരുന്ന് ഉപയോഗിച്ചിട്ട്. എനിക്കൊരു അപ്രതീക്ഷിതമായിട്ട് കിട്ടിയതാണ്. ഒരു പ്ലാന്റ് ഷോപ്പിൽ ചെന്നപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചിങ്ങനെ റോസാ ചെടിയൊക്കെ ഇങ്ങനെ കുഴിച്ച് പോകുകയാണെങ്കിൽ എപ്പോഴും പുഴു അതേപോലെ ആ നീലി ബഗ്സൊക്കെ വന്നിട്ട് ആക്രമിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് ഈ ഒരു മരുന്ന് തന്നത് അവർ. അപ്പോൾ അത് ഞാൻ ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുപോകും. ഞാൻ ആ മരുന്ന് കൊടുത്തതിന് ശേഷം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ചെടികളാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു ചെടിയൊക്കെ പറഞ്ഞാൽ നാടൻ വെറൈറ്റിയാണ്. എന്നാൽ പോലും അതിനെയും കൂടി വെറുതെ വിടാതെ എല്ലാ ചെടികളും ആകെ കേട് വന്നിരുന്നു. ഇപ്പോൾ ഇത് എന്ത് ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ടോ, ലീഫൊക്കെ നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ട്, നല്ല പച്ച കളറിൽ നിൽക്കുന്നുണ്ട്. പൂക്കൾക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. പൂക്കളൊക്കെ നല്ല പോലെ വിരിഞ്ഞിട്ടുണ്ട്. മറ്റത് കുരുടിച്ച് ഇങ്ങനെ ഒരു പകുതിയൊക്കെ വിരിഞ്ഞിട്ട് അങ്ങനെ പോവാറാണുള്ളത്. ഈ ചെടിയിൽ എനിക്ക് അധികം പൂക്കൾ കിട്ടാറേ ഉണ്ടായിരുന്നില്ല. ഇതതുപോലെ പനിനീർ ചെടി, ഇതിൽ ഒത്തിരി പൂക്കൾ ഉണ്ടായിട്ടോ. ഇത് നമ്മൾ സാധാ പനിനീർ പൂക്കളാണ്. ഇതും അത്യാവശ്യം നല്ല വലിയ പൂക്കളായിട്ട് തരുന്ന ഒരു ചെടി തന്നെയാണ്. ഇതിലും തന്നെ നല്ല പൂക്കൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ ലീഫൊക്കെ കണ്ടോ എന്ത് ഭംഗിയിലാണ് നിൽക്കണോക്ക്. അതുപോലെ തന്നെ ഈ ഒരു ചെടി കണ്ടോ, ഇതിൻ്റെയൊക്കെ മുന്നല്ലേ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു മരുന്ന് കൊടുത്തതിന് ശേഷമുള്ള മാറ്റമാണ് ഞാൻ കാണിക്കുന്നത്. ഇതിൻ്റെ ഈ മുട്ടുകളൊന്നും ശരിക്കും കാണുകയല്ലേ, കറുത്ത കളറിലായിരിക്കും ഉണ്ടാകുക. എന്നിട്ട് അതിൻ്റെ പുറം ഭാഗമൊന്നും വിരിയാതെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ലീഫ് ഇതളുകൾ മാത്രം വിരിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് നല്ല പുതിയൊരു സ്റ്റെമ്മ് അടിയിൽ തന്നെ നല്ലോണം വലിയൊരു സ്റ്റെമ്മ് വന്നിട്ട് അതിലാണ് നിറച്ച് പൂക്കൾ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ മുന്നേ കുരുടിച്ച് നിന്ന കൊമ്പൊന്നല്ല, അതിൻ്റെ താഴെ തന്നെ വന്നിട്ടുണ്ട് ആ ഒരു ബഡ്ഡിങ് ഷൂട്ടിൽ നിന്ന്. പിന്നെ അതുപോലെ എൻ്റെ ഒരു ബട്ടൺ റോസ് കണ്ടോ, ഇതൊക്കെ എത്ര ബുഷിയായിട്ട് അപ്പോൾ നിൽക്കുന്നത് കണ്ടോ. ഇതുപോലെ ഒന്നും ആയിരുന്നില്ല. ഇതിൻ്റെയൊക്കെ മുന്നത്തെ വീഡിയോ ഉണ്ട്, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഒരു അവസ്ഥയൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതും അതുപോലെ എനിക്കൊരു കമ്പ് കിട്ടിയ ചെടിയാണ്. ഇതിൻ്റെ ഐഡിയ ഒന്നും എനിക്കറിയില്ല. നല്ല ഭംഗിയുള്ള പൂക്കളാണ്, ചെറിയ മൊട്ടാണ് ഉണ്ടാവുക. പക്ഷെ ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞ് കഴിയുമ്പോൾ നല്ല വലിയ പൂക്കളാണ്. ഇത് കമ്പ് നട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വന്നിരുന്നൊരു ചെടിയായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെയൊക്കെ തണ്ടിലൊക്കെ കളറൊക്കെ ചേഞ്ചായി, നല്ല കാപ്പി കളർ പോലെയൊക്കെ ആയി. പിന്നെ അത് ഇങ്ങനെ മുരടിച്ച് നിൽക്കാൻ തുടങ്ങി, പൂക്കളൊന്നും ഇടാതെ ഒരു ഭംഗിയില്ലാതെ ആവൽ തുടങ്ങി. ഇപ്പോൾ ഈ മരുന്ന് അടിച്ചതിന് ശേഷം ഒത്തിരി മുട്ടുകളും പൂക്കളും ഇതിൽ നിറച്ചുണ്ടായിരുന്നു. അപ്പോൾ 1-2 പൂക്കളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ഇത് കണ്ടോ, ചെറിയ ആ കമ്പ് കട്ട് ചെയ്ത് ഭാഗത്തുനിന്നുണ്ടോ ഷൂട്ട് വന്നിട്ട് അതിലൊക്കെ മുട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു സന്തോഷം ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒത്തിരി മഴയൊക്കെ ലഭിച്ചാണ് നിൽക്കണം. അപ്പോൾ അതിൻ്റെ പൂക്കളൊക്കെ കുറച്ച് വാട്ടം വന്നിട്ടുണ്ട്. എന്നാലും നല്ല ഭംഗിയിൽ തന്നെ പൂ വിരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പൂക്കൾ കണ്ട നല്ല വലിയ പൂക്കളാണ്. ചെറിയ ഒരു കുറ്റിച്ചെടിയായിട്ട് വളരുന്നതാണിത്. ഇതിൻ്റെ ഐഡിയ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ മുന്നേ, അതായത് ഏകദേശം ഒരു 10-25 ദിവസമൊക്കെ മുന്നുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ കണ്ടോ, എൻ്റെ കമ്പുകളൊക്കെ കണ്ടോ ഇങ്ങനെ മുരടിച്ച്, അതേപോലെ തന്നെ അത് ഉണങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറേ കമ്പുകളൊക്കെ ഉണങ്ങിപ്പോയി. പിന്നെ ഈ ലീഫിൻ്റെ അടിയിൽ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. എല്ലാ ലീഫിൻ്റെ അടിയിലും ഇതുപോലെ ജീവികൾ വന്നിട്ട് മുട്ടയിടുക, അതേപോലെ തന്നെ അവർ നീരൂറ്റി കുടിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കണ്ടോ എല്ലാ ഇലകളും കുരുടിച്ച്, പിന്നെ തൂമ്പൊന്നും ഉണ്ടാവാനേ അയക്കണില്ല, അപ്പോഴേക്കിനും അത് തിന്ന് കഴിച്ചിട്ടുണ്ടാവും.
അപ്പോൾ ഇതിൻ്റെയൊക്കെ ലീഫൊക്കെ കണ്ടോ ഒക്കെ ചുരുണ്ടാ നിൽക്കുന്നത്, മഞ്ഞ കളറിലാവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഈ ചെടിയിൽ നിർത്തിയാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് നല്ല ക്ലിയർ ആക്കി എടുക്കണം. അപ്പോൾ ഇത് ഞാൻ ചെടിക്ക് നല്ല വളം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇട്ട പൂക്കളാണ്. പക്ഷെ ആ പൂക്കളൊന്നും ഇത് ശരിക്കും നല്ല വലിയ പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ്. കുറച്ച് ഹൈറ്റ് വെച്ചുകൊണ്ടാണ് ഉണ്ടാവുക. ഇതും ബഡ് തൈ തന്നെയാണ്. അപ്പോൾ ഇത് നല്ല ഭംഗിയിലുണ്ടാവുന്ന ഒരു പൂക്കൾ ഉണ്ടാവുന്ന ചെടി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഇനി അടുത്ത അക്രമകാരികളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം കണ്ടത് ആ നീലി ബഗ്സിൻ്റെ ആക്രമണമാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതിൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഒത്തിരി പുഴുകളാണ്. അപ്പോൾ ഈ പുഴുകളൊക്കെ പാടെ കൂടി വന്ന് തിന്ന് കഴിഞ്ഞാൽ നമ്മളെ ചെടി മൊത്തം തീർക്കുക ചെയ്യുക. അപ്പോൾ ഇനി ആ ലീഫുകളൊക്കെ കട്ട് ചെയ്തെടുക്കണം. എല്ലാ കേട് വന്ന ലീഫുകളും കമ്പുകളും ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് ഈ ഒരു മരുന്ന് അടിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഫംഗിസൈഡും അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും പാടെ കൊടുത്തിട്ടാണ് എനിക്ക് റിക്കവറായി കിട്ടിയത്. അപ്പോൾ ഫംഗിസൈഡ് നമ്മൾ കൊടുക്കൽ നിർബന്ധമാണ്. കാരണം ഈ വേനൽക്കാലത്താണെങ്കിലും ചെടികൾക്ക് നല്ല ആക്രമണം നടക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ വേരിൽ നിന്ന് ചീഞ്ഞ് വരാതിരിക്കാൻ ഫംഗിസൈഡ് കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഇതുപോലെയുള്ള മഞ്ഞ, വെള്ള, അങ്ങനെയുള്ള ഇളം റോസ് ആ കളറുകളൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതൊക്കെ ആയിട്ട് ഒരു 6 ചെടികൾ എൻ്റെ അടുത്ത് മിസ്സായി പോയിട്ടോ. പിന്നെ ഈ ഒരു ചെടി കണ്ടോ, ഈ ചെടിയിൽ ലീഫൊന്നുമില്ല. ഈ ചെടി ശരിക്കും എൻ്റെ നാത്തൂൻ്റെ വീട്ടിലുണ്ടായിരുന്നതാണ്. അപ്പോൾ അവിടെ അതിങ്ങനെ മരണത്തോട് മല്ലിടുന്ന അവസ്ഥയിൽ കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്തു കൊടുത്തിട്ട് ഒരു ചട്ടിയിൽ നട്ട് വെച്ചതാണ്. ഇതിനെ റിക്കവർ ചെയ്ത് എടുക്കാൻ കഴിയുന്നൊന്നും എനിക്ക് പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ചെടി നല്ല റിക്കവറായി വന്നിട്ടുണ്ട്. അതിൻ്റെ മാറ്റം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഉപയോഗിക്കണ മരുന്ന് എന്ന് പറയുന്നത് നഴ്സറിക്കാർ അവരെ ആവശ്യത്തിന് കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ എൻ്റെ സങ്കടം പറഞ്ഞപ്പോൾ എനിക്കെൻ്റെ ചെടികൾ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്താ ഉപയോഗിച്ചത് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചപ്പോൾ എന്നെ പരിചയമുള്ള ആളായതുകൊണ്ട് അയാൾ പറഞ്ഞ് ഞാനിവിടെ ഉപയോഗിക്കണ ഒരു മരുന്നുണ്ട്, അത് തരാം. അപ്പോൾ അതിങ്ങനെ കച്ചവടത്തിനായിട്ട് കൊടുന്ന് വെച്ചതല്ല, അതുകൊണ്ട് അതങ്ങനെ വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ്. അത് ലൈസൻസിലെ കടകളിലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളം ഡിപ്പോകളിലൊക്കെ അന്വേഷിച്ചാൽ കിട്ടുന്ന മരുന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ അവർക്ക് അത് കച്ചവടം ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ എന്നാലും അത് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. മഞ്ഞയാണ് അതിൻ്റെ കളറ്. അപ്പോൾ റോസിന് മാത്രമല്ല വേറെ ഏത് ചെടികൾക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കട്ടോ. തെച്ചി പോലുള്ള ചെടികൾക്കൊക്കെ അത് അടിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാത്തിനും ഈ ഒരു മരുന്ന് തന്നെ മതി. അപ്പോൾ എൻ്റെ ഈ ബട്ടൺ റോസിൻ്റെ അവസ്ഥയെ കണ്ടോ, അതൊക്കെ അതേപോലെ കുരുടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ചേഞ്ച് ഉണ്ട് എന്നല്ലേ കണ്ടില്ലേ. ഇത് ടഫ്ഗർ എന്ന് പറഞ്ഞൊരു ഇൻസെക്ടിസൈഡാണ്. അപ്പോൾ ഈ ഇൻസെക്ടിസൈഡാണ് ഞാൻ കുരുടിപ്പിനും ഇതിനൊക്കെ ആയിട്ട് അടിച്ചു കൊടുത്തത്. ഇത് അടിച്ചതിന് ശേഷമാണ് ഒരൊറ്റ യൂസ് ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ എൻ്റെ ചെടിയിലൊക്കെ നല്ല മാറ്റമാണ്. ഒരു 7 ദിവസമായിട്ട് നല്ല മഴ കൊണ്ടിട്ടാണ് ചെടിക്ക് ഒരു ചെറിയൊരു വാട്ടം വന്നത്. അപ്പോൾ തുടർച്ചയായിട്ട് ഒരാഴ്ച ഞങ്ങൾക്ക് ഇവിടെ മഴ തന്നെയായിരുന്നു. ഉച്ച കഴിഞ്ഞാൽ നല്ല മഴയാണ്. അതുകൊണ്ട് മാത്രമാണ് ചെടിക്ക് ഒരു ചെറിയ വാട്ടം വന്നിട്ടുള്ള പൂക്കളൊക്കെ പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു, അങ്ങനെ ഒരു അവസ്ഥ വന്നത്. പക്ഷേ ഈ ഒരു മരുന്ന് അടിച്ചതിന് ശേഷം ഒരാഴ്ചൻ്റെ ഉള്ളിൽ എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ല തൂമ്പൊക്കെ വന്ന് പുതിയ ഒരു സ്റ്റെമ്മൊക്കെ അടിയിൽ തന്നെ സ്റ്റെമ്മൊക്കെ വന്ന് അപ്പോൾ ഹെൽത്തി ആയൊരു പ്ലാന്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ശരിക്കും 5 ml 1 ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ചിട്ടാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. അത് നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുത്തിരുന്നതാണ് ഈ ഒരു ഇതും അതേപോലെ തന്നെ ഒരു ലിറ്ററിലേക്ക് ഒരു 5 ml അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അടപ്പിനാണ് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് അടിച്ചു കൊടുത്താൽ മതി. ഇത് അടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുത്തതാണ്. പ്ലാന്റിനൊക്കെ ഒരു കോട്ടിംഗ് ആയിട്ട് ഉപയോഗിക്കുക, കോട്ടിംഗ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും വെള്ളം തട്ടുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആ ചെടിയിൽ നിന്ന് അത് പോകും. അതപ്പോൾ അത് പോവാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടില്ല ഒരു വെറ്റ് ഏജൻ്റായിട്ട് ഉപയോഗിക്കണ ഒരു ഇതാണിത്. ഇതിൻ്റെ അടുത്ത് കുറേ ആയിട്ട് ഉപയോഗിക്കണ തന്നെയാണ്. അപ്പോൾ ഇത് ഏത് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കട്ടോ, ഇൻസെക്ടിസൈഡിൻ്റെ ആയാലും ഫംഗിസൈഡിൻ്റെ കൂടെ ആയാലും ഒക്കെ അത് ഉപയോഗിക്കാൻ പറ്റും. ഇതും ഒന്ന് യൂസ് ചെയ്ത് നോക്കുകൊണ്ടു. അപ്പോൾ ഞാൻ ആ മരുന്ന് നല്ലപോലെ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിലാണ് കേട്ടോ. അത് നല്ല സ്പ്രെയറിലാക്കിയിട്ട് നല്ലപോലെ അടിച്ചു കൊടുക്കണം. ലീഫിൻ്റെ അടിയിലും സ്റ്റെമ്മുമ്മയും ഒക്കെ ആവണ രീതിയിൽ തന്നെ അടിച്ചു കൊടുക്കണം. എങ്കിലേ ഉള്ളൂ ആ ഒരു ഇത് നല്ല ഫലം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ നല്ല പോലെ തന്നെ അത് അടിച്ചു കൊടുക്കണം. ഇനി ഇത് അടിച്ച് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഫംഗിസൈഡും അടിച്ചു കൊടുക്കണം കേട്ടോ. ഫംഗിസൈഡ് ഞാൻ ഉപയോഗിക്കുന്നത് സാഫാണ്. അത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ നല്ല പോലെ അടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ, ഒരില പോലും ഇല്ലാത്ത ആ ഒരു ചെടി, അതിൻ്റെ ഒരു ചേഞ്ച് ഞാൻ പറഞ്ഞില്ല. അതുണ്ടോ, ഇതിപ്പോൾ എന്ത് നല്ല ഭംഗിയിലാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന് തന്നെ ആ ഒരു ബഡ്ഡിങ് ഷൂട്ടിൽ നിന്ന് നല്ല വലിയൊരു കൊമ്പൊക്കെ വന്ന് നല്ല സൂപ്പറായിട്ട് അതുമ്പോൾ നിറച്ച് മുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടിയുടെ ഐഡിയ ഒന്നും എനിക്കറിയില്ല, ഇത് ഏതാണ് ചെടിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു ചെടിയുടെ പഴയ ലുക്ക് കണ്ടില്ലേ, അതിൽ നിന്ന് എത്ര മാറ്റം വന്നിട്ടുണ്ട് ഇതിന്.
അപ്പോൾ ആ ഒരു കമ്പുകളിലൊക്കെ ലീഫ് വന്നു. അതിന് പുറത്ത് ആ ഒരു ബഡിങ് ഷൂട്ടിൽ നിന്ന് നല്ല അടിപൊളി ഒരു സ്റ്റെം വന്നിട്ട് അതിലിപ്പോൾ നിറച്ചും കൊലകൊലയായിട്ട് മുട്ടിട്ടിട്ടുണ്ട്. അതൊന്നും വിരിഞ്ഞിട്ടില്ലെങ്കിലും അതിലൊന്നും ഒരു കേടും ഒന്നും ഇല്ലാതെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ക്ലൈമ്പിംഗ് റോസാണിത്. ഇത് ക്ലൈമ്പിംഗ് റോസ് ആണോ എന്ന് അറിയാതെ ഞാനൊരു കമ്പ് നട്ട് പിടിപ്പിച്ചതാണ്. അപ്പോൾ അത് വലുതായി വന്നപ്പോഴാണ് ക്ലൈമ്പിംഗ് റോസ് ആണെന്നൊക്കെ അറിയണം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലവറാണ് കേട്ടോ അത്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥയും തന്നെ വളരെ മോശമായിരുന്നു. ഇതിൻ്റെ പഴയൊരു ചിത്രം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ചെടീൻ്റെ ഐഡിയ എനിക്കറിയില്ല കേട്ടോ. ഇത് എനിക്കൊരാൾ തന്നതാണ്. അപ്പോൾ ഇത് ക്ലൈമ്പിംഗ് ജാക്കിയാണോ എന്ന് എനിക്കറിയില്ല. അതാണോ എന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. അപ്പോൾ ഈ ഒരു മരുന്ന് നിങ്ങളെല്ലാം ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കൂ. നല്ല മാറ്റം ഉണ്ട് പറഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളെ ചെടികൾക്ക് നല്ലൊരു മാറ്റം തന്നെ വരും. പിന്നെ ഏത് ചെടികൾക്ക് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. നമ്മളെ ഗാർഡനിലെ ബാക്കിയുള്ള ചെടികൾക്കും ഇത് അടിച്ചു കൊടുക്കാം. അപ്പോൾ പക്ഷേങ്കിൽ റോസിനാണ് ഇത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു മരുന്ന്. അപ്പൊ എന്റെ റോസാ സുന്ദരികളൊക്കെ ഞാൻ എങ്ങനെ രക്ഷപ്പെടുത്തിയെന്നൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പൊ ഇവര് നല്ല ഭംഗിയായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കെമിക്കലോ കൊടുത്തേ നിർബന്ധമാണ്. കാരണം നമ്മൾ സാധാ മറ്റു ചെടികളെ പോലെ അല്ല റോസാ ചെടി. അതിന് നമ്മൾ ഒരു കെമിക്കലൊന്നും ഉപയോഗിക്കാതെ എന്നാൽ ഇതുപോലെയുള്ള പീഡിപ്പും കാര്യങ്ങളും ഉണ്ടാവും. ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വളങ്ങൾ കൃത്യസമയത്ത് കൊടുത്തിരിക്കണം. ഫംഗിസൈഡും അതേപോലെ ഈ ഇൻസെക്ടിസൈഡും മാറി മാറി 10 ദിവസം കൂടുമ്പോൾ കൊടുക്കണം. കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ കേടുവരും. അപ്പോൾ അത് എപ്പോഴാണ് ആക്രമിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നൊന്നും നമ്മൾ കാണില്ല. രാത്രിയിലാണ് കൂടുതലായിട്ടും ഈ ജീവികൾ ഈ ചെടിയിൽ വരുന്നത്. പകലൊന്നും നമ്മൾ നോക്കുമ്പോൾ ഒന്നിനെ പോലും കാണില്ല. രാത്രിയാണ് ഇവരൊക്കെ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ എന്തായാലും തുടർച്ചയായിട്ട് 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ഫംഗിസൈഡും പെസ്റ്റിസൈഡും മാറി മാറി കൊടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ വളങ്ങളും കൊടുക്കണം. അപ്പോൾ ഞാൻ കൊടുക്കുന്ന വളങ്ങളൊക്കെ ഇതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.